ഞങ്ങൾ നാമജപം നിർത്തി. കൊണ്ടുപോകുന്നല്ലേ നല്ല രീതിയിലുള്ള സംസാരിക്കും. മുന്നോട്ട് പോകാനാണോ തീരുമാനം, മടങ്ങി പോകാനാണോ തീരുമാനം? തിരിച്ചു പോകാൻ എന്തായാലും തീരുമാനമില്ല. തിരിച്ചു പോകാനുള്ള തീരുമാനമില്ല. ഇതിൽ സ്ത്രീകള് ശബരിമലക്ക് കയറണമെന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്ന ഏതെങ്കിലും മാധ്യമങ്ങളുണ്ടെങ്കിൽ അവരോട് മാത്രം സംസാരിക്കാൻ ഞങ്ങൾ തയ്യാറാണ്, അല്ലെങ്കിൽ ആരോട് സംസാരിക്കാൻ തയ്യാറില്ല. അനീഷ ചേരുന്നു സന്നിധാനത്ത് നിന്ന്. അനീഷ, എപ്പോഴാണ് ഇവർ സന്നിധാനത്തേക്ക് പുറപ്പെട്ടിരിക്കുന്നത്? ഇപ്പോൾ നിലവിൽ എന്താണ് അവസ്ഥ? പ്രതിഷേധക്കാർ ഇപ്പോഴും അവിടെയുണ്ടോ? പോലീസിന്റെ നിലപാട് എന്താണ്? ധന്യ 4 കൂടിയാണ് 2 യുവതികളും 2 യുവാക്കളും അടങ്ങുന്ന സംഘം പമ്പയിലെത്തിയത്. ഇവർ തുടർന്ന് സന്നിധാനത്തേക്ക് പോകാനുള്ള യാത്രയ്ക്കിടെ നിലയ്ക്കൽ വാട്ടർ ടാങ്കിന് സമീപത്ത് വെച്ച് പ്രതിഷേധക്കാർ ഇവരെ തടയുകയായിരുന്നു. ആദ്യഘട്ടത്തിൽ 5 പ്രതിഷേധക്കാരായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നീട് 10 പേരുടെ താഴെ മാത്രം പ്രതിഷേധക്കാരെത്തി. തുടർന്ന് പോലീസ് ഇവരെ അറസ്റ്റ് ചെയ്ത് നീക്കി. ഇതിനുശേഷവും മുന്നോട്ട് പോകാൻ അനുവദിക്കുന്നില്ല എന്നാണ് ശബരിമല ദർശനത്തിനെത്തിയിരിക്കുന്നവർ പറയുന്നത്. എന്തായാലും അവരോട് തന്നെ നമുക്ക് കാര്യങ്ങൾ ചോദിക്കാം. എന്താണ് ഇപ്പോൾ ഈ പോലീസിനോട് എന്തൊക്കെയാണ് സംഭവിച്ചിരിക്കുന്നത്? ഇവിടെ ആകെ എന്താ പറയുക, നമ്മുടെ ഐഡന്റിറ്റി ചോദിക്കാൻ ഭക്തരാണെന്ന് പറഞ്ഞു വരുന്നവർക്ക് എന്താണ് അവകാശമുള്ളത്? അവരെന്തിനാണ് ഞങ്ങളുടെ കാര്യത്തിൽ ഇതാവുന്നത്? അവർ എന്താ പറയുക, കാരണം ആദ്യം കണ്ടിട്ട് ഐഡന്റിറ്റി ഇല്ലയെന്ന് പറഞ്ഞു, കാർഡില്ലാന്ന് പറഞ്ഞപ്പോൾ അവരാദ്യം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മൾ ഉദ്ദേശിച്ച ആൾ തന്നെയാണെന്ന്. അതായത് അവർ ഇവിടെ തമ്പടിച്ചിരുന്ന 10ഓളം പേര്, അല്ലാണ്ട് വേറെ ആരും പ്രതിഷേധിക്കാൻ വന്നില്ല. ഞങ്ങളെ തടഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഒരു 500ഓളം വരുന്ന ഭക്തർ ഞങ്ങളെ കടന്നുപോയി. അവർക്ക് ആർക്കും ഒരു പ്രതിഷേധം ഉണ്ടായില്ല. എന്താണ് ഇപ്പം നിങ്ങൾ വന്നപ്പോൾ മുതൽ എന്തൊക്കെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഒന്നുമില്ല. അതായത് ഇവിടെ RSSകാർ പറയുന്നതാണ് ഇവിടെ നിയമം എന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഒരിക്കലും അത് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ല. ഇവിടെ ഞങ്ങൾ വിശ്വസിക്കുന്ന ഒരു സ്റ്റേറ്റ് ഉണ്ട്, അത് ഭരിക്കുന്ന ഞങ്ങൾ വളരെ വിശ്വസിക്കുന്ന ഒരു മുഖ്യമന്ത്രി ഉണ്ട്. അത് പറയട്ടെ. അതായത് ഇവിടെ കോടതി വിധിക്കാണോ RSSകാർക്കാണോ ഇവിടെ കൂടുതൽ അധികാരം എന്ന് അവർ പറയട്ടെ. നിങ്ങൾ എവിടെ നിന്നാണ് വന്നത്? എങ്ങനെയായിരുന്നു വന്നപ്പോൾ? എവിടെയെങ്കിലും അത് കൂടുതൽ പറയാൻ താല്പര്യമില്ല. നിലയ്ക്കൽ നിന്നൊക്കെ ബസ്സിലൊക്കെ വന്നത്? അതെ, KSRTCയിൽ തന്നെയാണ് വന്നത്. ഒരു പോലീസിനെ അറിയിച്ചിട്ട് തന്നെയാണ് വന്നത്. സുരക്ഷ തരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എത്തിയിട്ട് ഇവിടെ നിർത്തിക്കുന്നവരെയാണ് സുരക്ഷയെങ്കിൽ ഞങ്ങൾക്ക് അതിൽ താല്പര്യമില്ല. ഈ ആദ്യഘട്ടത്തിൽ വലിയ പ്രതിഷേധക്കാരൊന്നും ഉണ്ടായിരുന്നില്ല എന്നാണ് നമുക്ക്? ഒരു 10 പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവരെ പിടിച്ചു മാറ്റാൻ പറ്റാതെ ഞങ്ങളെ ഒരു ലോക്ക് ചെയ്ത്. അതിന്റെ ആവശ്യം എന്താ? അവരെ പിടിച്ചു മാറ്റല്ലേ വേണ്ടത്. ഇപ്പൊ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? പോലീസ് ഞങ്ങൾ അന്യായമായി ഒന്നും ചെയ്തിട്ടില്ല. ഞങ്ങൾക്ക് കൃത്യമായ ബോധ്യമുണ്ട്. ഞങ്ങളുടെ ന്യായത്തിന് വേണ്ടിയാണ് ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നത്. നിങ്ങൾ എത്ര നാളായി നോമ്പെടുക്കുവാണോ? 100 ദിവസമായി. ഞങ്ങൾ എങ്ങനെയാണ് വ്രതം അവസാനിപ്പിക്കേണ്ടത്? അതുകൂടി അവർ പറഞ്ഞു തരട്ടെ. ഭക്തർക്ക് ഒരു പ്രശ്നമില്ല. ഇവിടെ RSSകാരാണ് ഭരിക്കുന്നതെങ്കിൽ ഞങ്ങൾക്കൊന്നും പറയാനില്ല. തീർച്ചയായും മുന്നോട്ട് പോകണം എന്ന ഒരു തീരുമാനത്തിൽ തന്നെയാണ് നിൽക്കുന്നത്. രേഷ്മ, കേരളത്തിൽ തന്നെ ആദ്യം മാലയിട്ട യുവതികളിൽ ഒരാളാണ്. അതെ, നമുക്കറിയാം രേഷ്മ നിശാന്ത് നേരത്തെ മാലയിട്ടിരുന്നു. എന്നാൽ അന്ന് പത്രസമ്മേളനത്തിൽ ഇവരെ പ്രതിഷേധക്കാർ എറണാകുളത്ത് പുറത്തു തടയുകയും തുടർന്ന് ഇവർക്ക് പോകാൻ സാധിക്കാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്തിരുന്നു. അതേ രേഷ്മ തന്നെയാണ് കൂടെ മറ്റൊരു സ്ത്രീയുമായി ഇപ്പോൾ വീണ്ടും എത്തിയിരിക്കുന്നത്. പോലീസ് എടുക്കുന്ന തീരുമാനമാണ് ഏറെ ശ്രദ്ധേയം. ഇപ്പോൾ തടഞ്ഞിരിക്കുന്നത് പോലീസാണ് എന്നറിഞ്ഞിരിക്കുന്നു. പോലീസ് എന്താണ് പറയുന്നത്? കയറി പോവാൻ, സന്നിധാനത്ത് എത്താൻ ഇവരെ സഹായിക്കും എന്ന നിലപാടിലാണോ പോലീസ്? ആഗ്രഹിക്കുന്ന ഏതെങ്കിലും മാധ്യമങ്ങളുണ്ടെങ്കിൽ അവരോട് മാത്രം സംസാരിക്കാൻ ഞങ്ങൾ തയ്യാറാണ്, അല്ലെങ്കിൽ ആരോട് സംസാരിക്കാൻ തയ്യാറില്ല. പ്രതിഷേധക്കാര് നീക്കിയിട്ട് പോലീസിനെ ഞങ്ങളെ കയറ്റാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ അവര് പറയുന്ന ഞങ്ങൾ നാമജപം നിർത്തി.
തിരിച്ചു പോകാൻ എന്തായാലും തീരുമാനമില്ല. തിരിച്ചു പോകാനുള്ള തീരുമാനമില്ല. ഇതിൽ സ്ത്രീകളെ ശബരിമലക്ക് കയറണമെന്ന ആചാരം എന്താണ് എന്നുള്ളത് എനിക്കൊന്ന് വ്യക്തമാക്കി തരണം. അവർ പറയുന്ന ആചാരത്തിന് ഞാൻ തയ്യാറാണ്. ഇവർ പറയുന്ന പോലെ പലരും വരുമ്പോൾ ആക്ടിവിസ്റ്റുകളാണ് മറ്റ് അങ്ങനെ ആ രീതിയിലൊക്കെ പറയാറുണ്ട്. പക്ഷേ നിങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾ തികച്ചും ഭക്തരായി തന്നെ. എന്റെ ചേട്ടാ, നിങ്ങളുടെ ചാനലുകളിൽ തന്നെ പലരും പല RSSന്റെയും BJPയുടെയും ആൾക്കാർ വന്നിരുന്ന് പറഞ്ഞിട്ടുണ്ട് വിശ്വാസികളെ തടയില്ല. വിശ്വാസം ഇവർ അളക്കുന്ന ബാരോമീറ്റർ എന്താണെന്നുള്ളത് എനിക്കറിയില്ല. പക്ഷെ ഞാനൊരു ഈശ്വര വിശ്വാസിയാണ്. അത് ആരെയും ബോധ്യപ്പെടുത്തേണ്ട ആവശ്യം ഞാൻ വിചാരിക്കുന്നില്ല. വിശ്വാസികളെ തടയില്ല എന്ന് പറഞ്ഞിട്ട് പ്രവർത്തകരെ ഇറക്കിയിട്ട് ഇവിടെ ഒരു കലാപം ഉണ്ടാക്കാനാണ് ഇവർ ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിന് കലാപത്തിന് മുതൽക്കൂട്ടാവുമെന്നല്ല. പക്ഷെ ഞങ്ങളുടെ ദൈവത്തിനെ കണ്ടിട്ടേ മടങ്ങാൻ ഞങ്ങൾക്ക് ഉദ്ദേശമുള്ളൂ. അതാരെന്ത് പറഞ്ഞാലും ഈ കൊല്ലാനാണ് അവരുടെ തീരുമാനമെങ്കിൽ അത് അങ്ങനെ ആയിക്കോട്ടെ. വിശ്വസിക്കുന്ന ദൈവത്തിന് വേണ്ടിയല്ലേ. നിങ്ങൾ വന്നപ്പോൾ അവർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇത്രയും പരിപാവനമായിട്ടുള്ള ഒരു സന്നിധിയിൽ, ഞങ്ങളുടെ ഈശ്വര സന്നിധിയിൽ ചോര വീഴ്ത്തിയിട്ടാണ് അവരുടെ വിശ്വാസം സംരക്ഷിക്കുന്നതെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ. നിങ്ങൾ വന്നപ്പോൾ ഉള്ള പ്രതിഷേധത്തിന്റെ തോത് എങ്ങനെയായിരുന്നു? ഈ നിലയ്ക്കിൽ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോഴും തുറന്ന് നിലയ്ക്കലിൽ നിന്ന് ഞങ്ങൾ സാധാരണ പ്രൈവറ്റ് ട്രാൻസ്പോർട്ടിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇവിടം വരെ വന്നത്. ഒരാളും സഹായിച്ചിട്ടില്ല. ഞങ്ങൾ ഞങ്ങളുടെ സ്വന്തം നിലയ്ക്ക് ഇതേപോലെ കറുപ്പണിഞ്ഞിട്ടാണ് ഞങ്ങൾ വന്നത്. നിലയ്ക്കലിൽ നിന്ന് ഞങ്ങൾ ഇവരുടെ KSRTC ബസ്സിലാണ്, ഗവൺമെന്റ് KSRTC ബസ്സിലാണ് ഞങ്ങൾ വന്നത്. അവിടെ ഒന്നും ഞങ്ങൾ ആരും തടയുകയോ പ്രതിഷേധിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഇതേപോലാണ് ഞങ്ങൾ വന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് മുന്നിൽ ഇപ്പം നിലവിലുള്ള വെല്ലുവിളി പോലീസാണ് എന്നാണ് നിങ്ങൾ മുമ്പേ പറയുന്നതടക്കം? വെല്ലുവിളി ഒരിക്കലും പോലീസല്ല, ഞങ്ങളെ തടയുന്ന ആൾക്കാർ തന്നെയാണ് വെല്ലുവിളി. പക്ഷെ അവരെ മാറ്റിയിട്ട് ഞങ്ങളെ കയറ്റാൻ പോലീസിന് കഴിയുന്നില്ല എന്നുള്ളത് ഭയങ്കര സങ്കടമുള്ള കാര്യമാണ്. ഇനിയും പ്രതീക്ഷയുണ്ടോ മുന്നോട്ട് പോകാൻ കഴിയുമോ? മുന്നോട്ട് പോകാൻ കഴിയുമോ എന്നുള്ളത് ഞാൻ എൻ്റെ ഈശ്വരനിൽ മാത്രം വിശ്വസിച്ചുകൊണ്ടാണ് ഇവിടെ ഇരിക്കുന്നത്. പോലീസിലോ അല്ലെങ്കിൽ ഇവിടെ ഞങ്ങളെ തടയുന്ന ആൾക്കാരിലോ അല്ലെങ്കിൽ സർക്കാരിലോ അതിലുപരി ഞാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ ദൈവം ഈ 103 ദിവസത്തോളം ഒരു തടസ്സവും ഇല്ലാതെ എന്നെ വ്രതം തുടരാൻ വേണ്ടി സമ്മതിച്ച എൻ്റെ ദൈവത്തിൽ വിശ്വസിച്ചാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത്. ഇനിയിപ്പോൾ തിരിച്ച് നാട്ടിലേക്ക് പോകുമ്പോൾ എന്തൊക്കെയാണ് സംഭവിക്കുക എന്നുള്ള കാര്യത്തെ പറ്റി കൃത്യമായിട്ട് ധാരണയുണ്ട്. കാരണം മാലയിട്ട് അന്ന് മുതൽ കേൾക്കാൻ തുടങ്ങിയ കൊലവിളികളാണ്. കൊല്ലും, വെട്ടിക്കീറും, ചവിട്ടി കൊല്ലും എന്നൊക്കെ ഒരുപാട് അതൊക്കെ കേട്ടിട്ടുണ്ട്. അതിൻ്റെ 1001 പ്രതിഷേധം ഇവിടെ ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെയും അത് കാണിച്ചിട്ട് പേടിപ്പിച്ച് തിരിച്ചയക്കാനാണെങ്കിൽ ഞാൻ തിരിച്ചു പോകാൻ എന്തായാലും ഞാൻ തയ്യാറല്ല. ഈ മുമ്പേ പലരും വന്നു കഴിഞ്ഞു ഇല്ലേ? പ്രവേശനം, യുവതീ പ്രവേശനം എന്നത് ആണ് തീർച്ചയായിട്ടും. ആ ഒരു സാഹചര്യത്തിൽ കൂടെ നിങ്ങളുടെ ഈ എതിർപ്പിൽ നിങ്ങൾ എങ്ങനെ കാണുന്നു? ആചാര ലംഘനം എന്ന് പറയുന്നത് ഞാൻ പറയട്ടെ, ശരിയായ വിശ്വാസി എൻ്റെ അടുത്ത് ഒരിക്കൽ അയ്യപ്പ ഭക്തൻ എന്നോട് പറഞ്ഞാണ് അവിടെ അയ്യപ്പനൊന്നുമില്ല, അയ്യപ്പൻ ഉണ്ടായിരുന്നുവെങ്കിൽ ഒരിക്കലും ഒരു പെണ്ണ് അവിടെ കയറില്ലായിരുന്നു എന്ന്. മറിച്ച് രണ്ടാമത് വേറൊരു ഇത് കൂടിയുണ്ട്, അവിടെ അയ്യപ്പനുണ്ട്. അയ്യപ്പന് യാതൊരു തരത്തിലും പെണ്ണുങ്ങൾ വരുന്നതിന് തടസ്സം ഇല്ല എന്നുള്ളത് കൊണ്ടാണ് ഇത്രയും പെണ്ണുങ്ങൾ പലരും പല കണക്കുകളും പുറത്തുവിടുന്നുണ്ട്. 50-ഓളം പെണ്ണുങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട്, 100ഓളം പെണ്ണുങ്ങൾ എത്തിയിട്ടുണ്ട്. അങ്ങനെ 100ഓളം പെണ്ണുങ്ങൾക്ക് ഇവിടെ എത്താൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അയ്യപ്പൻ എന്ന ശക്തി ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരിക്കലും അയ്യപ്പൻ എന്ന ശക്തി പെണ്ണുങ്ങൾ വരുന്നതിന് തടസ്സം ഉള്ള ഒരാളല്ല, ഉള്ള ഒരു ദൈവമല്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു ഈശ്വരൻ ഇവിടെ ഇരിക്കുമ്പോൾ ഇവരെന്തിനാണ് പ്രതിഷേധിക്കുന്നത്? അല്ലെങ്കിൽ എന്ത് ആചാരലംഘനാണ് അവർ കയറിയിട്ട് ഇവിടെ എന്താണ് സംഭവിച്ചിട്ടുള്ളത്? തീർച്ചയായും ഇത് തന്നെയാണ്. അതായത് ദർശനം കഴിഞ്ഞ ശേഷമേ മടങ്ങൂ എന്ന നിലപാടിലേക്കാണ്. വഴിയിലൊന്നും കാര്യമായ പ്രതിഷേധം ഒരു ഭാഗത്തുനിന്നും ഉണ്ടായില്ല. അയ്യപ്പ ഭക്തർ എന്ന രീതിയിൽ തന്നെ കറുപ്പണിഞ്ഞ് മറ്റ് മാലയണിഞ്ഞുമൊക്കെയാണ് ഇവർ പോകുന്നത്. ഇവിടെ തുടക്കത്തിൽ ആദ്യഘട്ടത്തിൽ കാര്യമായ ഒരു പ്രതിഷേധക്കാർ ഉണ്ടായിരുന്നില്ല എന്നും വ്യക്തമാക്കുന്നു. എന്നാൽ മുന്നോട്ട് പോകുന്തോറും ഒരുപക്ഷെ പ്രതിഷേധത്തിൻ്റെ തോത് വർദ്ധിക്കാനുള്ള സാധ്യത തന്നെയാണ് പോലീസ് മുന്നോട്ട് കാണുന്നത്. മകരവിളക്ക് സീസൺ ഏതാണ്ട് അവസാന ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുമ്പോൾ മറ്റൊരു വലിയ ക്രമസമാധാന പ്രശ്നങ്ങളിലേക്ക് കാര്യങ്ങൾ നീങ്ങുക എന്നത് പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഹിതകരമായ കാര്യവുമല്ല. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ നീലിമല വാട്ടർ ടാങ്കിന് സമീപം ഇരുവരെയും തടഞ്ഞിരിക്കുന്നത്. മുന്നോട്ട് പോകണം എന്ന നിലപാടിൽ തന്നെ ഇവർ ഉറച്ചു നിൽക്കുകയുമാണ്. ധന്യ. അനീഷ, 100 ദിവസത്തിലധികമായി രേഷ്മ മാലയിട്ടിട്ട് ഒരുപാട് പ്രതിഷേധങ്ങൾ അവർ നേരിട്ടുവെന്ന് നമ്മളോട് പറയുകയും ചെയ്തു. അത്രയും പോലും ആളുകൾ ഇപ്പോൾ അവിടെ ഇല്ല എന്ന് പറയുമ്പോൾ പോലീസാണ് നിലവിൽ ഇവരെ തടഞ്ഞിരിക്കുന്നത്. പോലീസിന്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും രീതിയിലുള്ള വിട്ടുവീഴ്ചയുണ്ടോ? ഇവരെ സന്നിധാനത്തേക്ക് എത്തിക്കാനുള്ള ഏതെങ്കിലും ശ്രമങ്ങൾ പോലീസിന്റെ ഭാഗത്തു നിന്ന് നടക്കുന്നുണ്ടോ?
ധന്യ, പോലീസിൻ്റെ ഭാഗത്തുനിന്നും അത്തരമൊരു ശ്രമം നടക്കില്ല എന്ന് തന്നെ നമുക്ക് ഏതാണ്ട് പറയാം. കാരണം പലവട്ടം നേരത്തെ യുവതികൾ എത്തിയ സാഹചര്യത്തിൽ പോലീസ് ഇത്തരത്തിൽ സുരക്ഷ നൽകി സന്നിധാനത്തേക്ക് എത്തിക്കുന്നതിനുള്ള ശ്രമങ്ങൾ പോലീസിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായി. എന്നാൽ അതെല്ലാം ഓരോ ഘട്ടത്തിലും പരാജയപ്പെടുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങിയത്. സ്ഥിതിഗതികൾ കൂടുതൽ പ്രക്ഷുബ്ധമാവുന്ന അവസ്ഥയിലേക്കും കാര്യമെത്തി. മരക്കൂട്ടത്തൊക്കെ കഴിഞ്ഞ വട്ടം ഉണ്ടായ പ്രതിഷേധം വലിയ അതിര് കടന്ന രീതിയിലുള്ള പ്രതിഷേധമായിരുന്നു. ഈ മകരവിളക്ക് സീസണിൽ ഈ ശബരിമല സീസൺ ആരംഭിച്ച ശേഷമുള്ള ഏറ്റവും വലിയ തിരക്കിലൂടെയാണ് സന്നിധാനം ഇപ്പോൾ കടന്നു പോകുന്നത്. ഇത്തരമൊരു സാഹചര്യത്തിൽ രണ്ട് യുവതികൾക്ക് പ്രത്യേക സുരക്ഷ കൊടുത്ത് മുകളിലേക്ക് കൊണ്ടുപോകുന്നത് വലിയ ഒരു ജോലിയാണ് എന്ന് പോലീസിന് ഉറപ്പുണ്ട്. ഒപ്പം സന്നിധാനം അടക്കമുള്ള ഇടങ്ങളിൽ ഒരുപക്ഷെ പ്രതിഷേധമുണ്ടായാൽ പിന്നീട് അത് നിയന്ത്രിക്കുക പോലീസിനെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ടാവും. ഇത്തരമൊരു സാഹചര്യത്തിൽ തന്നെയാണ് ഇവരെ സുരക്ഷിതമായി കൊണ്ടുപോകാൻ കഴിയുമെന്ന ഉറപ്പ് പോലീസിന് നൽകാൻ കഴിയാതെ വരുന്നത്. ഈ സാഹചര്യത്തിൽ പിന്മാറണം, അല്ലെങ്കിൽ മുന്നോട്ട് പോകേണ്ടതില്ല, മുന്നോട്ട് പോയാൽ സുരക്ഷ മതിയായി നൽകാനാവില്ല എന്ന സന്ദേശമാണ് ഇരുവർക്കും നൽകിയിരിക്കുന്നത്. എന്നാൽ ഈ സന്ദേശം പൂർണ്ണ അർത്ഥത്തിലെടുക്കാൻ ഇവർ തയ്യാറായിട്ടില്ല. കാരണം പ്രതിഷേധക്കാരുടെ എണ്ണം കാര്യമായി ഉണ്ടായില്ല. ആദ്യഘട്ടത്തിൽ 5-10 പ്രതിഷേധക്കാരായിരുന്നു മുന്നിൽ വന്നത്. അവരെ നീക്കം ചെയ്ത ശേഷം പിന്നീട് കാര്യമായ ഒരു പ്രതിഷേധം ഈ ഭാഗത്തു നിന്നും ഉയരുന്നില്ല. ഭക്തരുടെ എണ്ണവും മറ്റും അത്ര കാര്യമായി വരാത്ത ഒരു സാഹചര്യമുണ്ട്. ഇത്തരമൊരു അവസ്ഥയിൽ തന്നെയാണ് മുന്നോട്ട് പോകണം എന്നൊരു ആവശ്യം ഇവർ മുന്നോട്ട് വയ്ക്കുന്നത്. എന്നാൽ മുന്നോട്ട് പോകുന്ന വഴികളിലെല്ലാം പ്രതിഷേധക്കാർ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇതിനകം തന്നെ വിവരം എല്ലായിടത്തും അറിഞ്ഞു കഴിഞ്ഞു. അത്തരം പ്രതിഷേധക്കാർ പലയിടങ്ങളിലായി തമ്പടിക്കാനുള്ള സാധ്യതയുണ്ട്. മറ്റൊരു സംഘർഷഭരിതമായ സാഹചര്യത്തിലേക്ക് സന്നിധാനം പോകും, അല്ലെങ്കിൽ മരക്കൂട്ടം അടക്കമുള്ള ഇടങ്ങൾ പോകാനുള്ള സാധ്യതയുമുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് യാത്ര മുന്നോട്ട് ഒരു തരത്തിലും നടത്താൻ കഴിയില്ല എന്ന നിലപാടിലേക്ക് നീങ്ങിയിരിക്കുന്നത്. എന്തായാലും ഇരുവരും ഇപ്പോൾ നീലിമല വാട്ടർ ടാങ്കിന് സമീപം രണ്ടുപേരും ഈ ശരണപാതയിൽ തന്നെ കുത്തിയിരിക്കുകയാണ്. മുന്നോട്ട് പോകുന്നതിനുള്ള യാതൊരു ചർച്ചകളോ അല്ലെങ്കിൽ മറ്റു ഒത്തുതീർപ്പ് ഫോർമുലകളോ ഒന്നും മുന്നോട്ട് വന്നിട്ടില്ല. ശരി, അനീഷിലേക്ക് തിരിച്ചെത്താം. ദീപ നിഷാന്തിന്റെ വാക്കുകൾ ഒരിക്കൽ കൂടി കേൾക്കാം. അതായത് ഇവിടെ RSSകാർ പറയുന്നതാണ് ഇവിടെ നിയമം എന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഒരിക്കലും അത് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ല. ഇവിടെ ഞങ്ങൾ വിശ്വസിക്കുന്ന ഒരു സ്റ്റേറ്റ് ഉണ്ട്, അത് ഭരിക്കുന്ന ഞങ്ങൾ വളരെ വിശ്വസിക്കുന്ന ഒരു മുഖ്യമന്ത്രി ഉണ്ട്. അത് പറയട്ടെ. അതായത് ഇവിടെ കോടതി വിധിക്കാണോ RSSകാർക്കാണോ ഇവിടെ കൂടുതൽ അധികാരം എന്ന് അവർ പറയട്ടെ. അതെ, KSRTCയിൽ തന്നെയാണ് വന്നത്. പോലീസിനെ അറിയിച്ചിട്ട് തന്നെയാണ് വന്നത്. സുരക്ഷ തരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എത്തിയിട്ട് ഇവിടെ നിർത്തിക്കുന്നവരെയാണ് സുരക്ഷയെങ്കിൽ ഞങ്ങൾക്ക് അതിൽ താല്പര്യമില്ല. ഒരു 10 പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവരെ പിടിച്ചു മാറ്റാൻ പറ്റാതെ ഞങ്ങളെ ഒരു ലോക്ക് ചെയ്യുക ചെയ്ത്. അതിന്റെ ആവശ്യം എന്താ? അവരെ പിടിച്ചു മാറ്റല്ലേ വേണ്ടത്? ഇപ്പൊ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? പോലീസ് ഞങ്ങൾ അന്യായമായി ഒന്നും ചെയ്തിട്ടില്ല. ഞങ്ങൾക്ക് കൃത്യമായ ബോധ്യമുണ്ട്. ഞങ്ങളുടെ ന്യായത്തിന് വേണ്ടിയാണ് ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നത്. ഞങ്ങൾ എങ്ങനെയാണ് വ്രതം അവസാനിപ്പിക്കേണ്ടത് അതുകൂടി അവർ പറഞ്ഞു തരട്ടെ. ഭക്തർക്ക് ഒരു പ്രശ്നമില്ല. ഇവിടെ RSSകാരാണ് ഭരിക്കുന്നതെങ്കിൽ ഞങ്ങൾക്കൊന്നും പറയാനില്ല. നീലിമലയിലാണ് യുവതികളെ പ്രതിഷേധക്കാർ തടഞ്ഞിരിക്കുന്നത്. രേഷ്മ നിഷാന്തിന്റെ വാക്കുകളാണ് കേട്ടത്. അനീഷ, രേഷ്മ ഉറച്ചു നിൽക്കുകയാണ് മലയിൽ കയറിയിട്ടേ തിരിച്ചു പോവൂ എന്ന്. നേരത്തെ 2 യുവതികളെ പോലീസിന്റെ സഹായത്തോടെ, പോലീസിനോട് സഹായം അഭ്യർത്ഥിച്ചു വന്ന 2 യുവതികളെ പോലീസ് തന്നെ ശബരിമലയിൽ സന്നിധാനത്ത് കയറ്റിയിരുന്നു. ഇവരും അതുപോലെ തന്നെ പോലീസിനെ അറിയിച്ചാണ് വന്നത് എന്നാണ് നേരത്തെ രേഷ്മ നമ്മളോട് പറഞ്ഞത്. അങ്ങനെ നോക്കുമ്പോൾ ഉത്തരവാദിത്തം ഇല്ലേ പോലീസിന്? ഇവരെ സന്നിധാനത്ത് എത്താൻ സഹായിക്കുക എന്ന ഉത്തരവാദിത്തം ഇല്ലേ പോലീസിന്? ധന്യ, 2 തരത്തിലാണ് കാര്യങ്ങൾ പറയേണ്ടത്. ഒന്ന്, ഉത്തരവാദിത്വം ഒരു വശത്ത് പറയുമ്പോൾ മറുവശത്ത് ക്രമസമാധാന നില കൈകാര്യം ചെയ്യേണ്ടതും പോലീസിന്റെ ഉത്തരവാദിത്വത്തിലേക്ക് തന്നെ നീങ്ങുന്നു. വലിയ തിരക്ക് സന്നിധാനത്ത് അനുഭവപ്പെടുന്ന കാലമാണ്. മകരവിളക്ക് സീസൺ അവസാനിക്കാൻ ഇനി ഏതാനും ദിവസങ്ങൾ മാത്രം. ഔദ്യോഗികമായ ചില ചടങ്ങുകൾ കൂടി ഒഴിവാക്കിയാൽ 3 ദിനം മാത്രമാണ് ഒരുപക്ഷെ സന്നിധാനത്ത് ദർശനത്തിനുള്ള അവസരം ലഭിക്കാൻ ഇനിയുള്ളത്. ഇത്തരമൊരു സാഹചര്യത്തിൽ ഇവരെ മുകളിലേക്ക് കടത്തിവിട്ടാൽ നമ്മളിപ്പോൾ നിൽക്കുന്ന നീലിമലയിൽ ഒരുപക്ഷെ പ്രതിഷേധക്കാരില്ല. അവരെ പോലീസ് നേരത്തെ നീക്കം ചെയ്തിരുന്നു. എന്നാൽ മുന്നോട്ടുള്ള വീതികളിൽ, ശരണപാതകളിൽ എല്ലാം പ്രതിഷേധക്കാരുണ്ടാവാൻ സാധ്യതയുണ്ട്. ഒരുപക്ഷെ ശരണപാതകളിൽ നിലയുറപ്പിച്ചില്ലെങ്കിലും സന്നിധാനം കേന്ദ്രീകരിച്ച് ഒരു വലിയ പ്രക്ഷോഭം തന്നെ പ്രതിഷേധക്കാരുടെ ഭാഗത്തു നിന്നും അല്ലെങ്കിൽ ഭക്തരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്ന ഒരു വിശ്വാസമാണ് പോലീസിനുള്ളത്. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായ കാര്യങ്ങൾ കൈവിട്ടുപോകും. പിന്നീട് അവരെ അവിടെ നിന്നും സുരക്ഷിതമായി മോചിപ്പിച്ച് താഴേക്ക് എത്തിക്കുക ദുഷ്കരമായൊരു സാഹചര്യമാണ്. നേരത്തെ നമുക്കറിയാം, ധന്യ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇവരെ
രണ്ടുപേരെ സുരക്ഷിതമായി പോലീസ് സന്നിധാനത്തെത്തിച്ച് ദർശനം നടത്തിയ ശേഷം മടക്കിയെങ്കിൽ പോലും സാഹചര്യങ്ങൾ വിഭിന്നമാണ്. അവരെ ആരും തിരിച്ചറിഞ്ഞില്ല. പുലർച്ചയോടുകൂടിയാണ് അവർ മല കയറിയത്. ശ്രീലങ്കൻ സ്വദേശിയായ യുവതി മല കയറിയിരുന്നു. ഇത്തരം കാര്യങ്ങളൊക്കെ മറ്റ് പ്രക്ഷോഭകരുടെ കണ്ണിൽ പെടാതെ അല്ലെങ്കിൽ അവർക്ക് മുന്നിൽ പ്രകടമാക്കാത്ത രീതിയിലുള്ള ഒരു രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയത്. അത്തരം ഒരു സാഹചര്യമല്ല എന്നാൽ ഇവിടെ നിലവിലുള്ള നമുക്ക് മുന്നിൽ ഇപ്പോൾ പ്രതിഷേധക്കാരെ കാണുന്നില്ല എങ്കിൽ പോലും ഇവർ മുന്നോട്ട് പോകുമ്പോൾ പ്രതിഷേധക്കാർ ഉണ്ടാകും എന്ന റിപ്പോർട്ടുകൾ തന്നെയാണ് പോലീസിന് ലഭിച്ചിരിക്കുന്നത്. ഇത്തരമൊരു സാഹചര്യത്തിൽ കൂടിയാണ് ഇവരുമായുള്ള മുന്നോട്ടുള്ള യാത്ര ദുഷ്കരമാകും എന്ന നിലപാടിൽ പോലീസ് എത്തിയിരിക്കുന്നത്. പക്ഷേ എന്താവും അന്തിമ തീരുമാനം എന്നതിനെക്കുറിച്ച് നമുക്ക് ഇപ്പോഴും കൃത്യമായൊരു വിവരം നൽകാൻ കഴിയാത്ത അവസ്ഥയാണ്. ഇവർ തിരിച്ച് താഴേക്ക് ഇറങ്ങണം എന്ന ഒരു നിലപാടിലേക്ക് തന്നെ പോലീസ് നീങ്ങും. എന്നാൽ ഇരുവരും താഴേക്ക് ഇറങ്ങാൻ തയ്യാറാവുന്ന ഒരു സാഹചര്യവുമില്ല. നേരത്തെ നമുക്കറിയാം അറസ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ വൈദ്യപരിശോധനയ്ക്ക് കൊണ്ടുപോകുന്നു, ചികിത്സ നൽകണം എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് യുവതികളെ മടക്കിയ സാഹചര്യം നമുക്ക് മുന്നിലുണ്ട്. എന്നാൽ അവർ പിന്നീട് മലയിലേക്ക് മടങ്ങിയെത്തുകയും ചെയ്തു. ഇത്തരത്തിൽ എങ്ങനെ ഇനി ഇവരെ ഇവിടെ നിന്ന് നീക്കം ചെയ്യും എന്നതിനെക്കുറിച്ചാണ് പോലീസിൻ്റെ അടുത്ത ആലോചന നമുക്ക് ഉറപ്പാണ്. എന്തായാലും മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു നീക്കം പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാവില്ല എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ ഉറപ്പിക്കാം. ധന്യവാദം. പക്ഷേ പിന്തിരിയില്ല എന്ന നിലപാടിൽ തന്നെയാണ് അനീഷ യുവതികൾ ഇപ്പോഴും ഉള്ളത്. അവരുമായി ഏതെങ്കിലും രീതിയിലുള്ള ചർച്ചകൾ പോലീസ് നടത്തുന്നുണ്ടോ? ഉന്നത ഉദ്യോഗസ്ഥരാരെങ്കിലും ശബരിമലയിലേക്ക് പുറപ്പെട്ടിട്ടുണ്ടോ? രണ്ട് ഘട്ടത്തിൽ സംബന്ധിച്ച് പോലീസ് ചർച്ച നടത്തി. ഒന്ന് യുവതികളുമായി ചർച്ച നടത്തിയിരുന്നു, രണ്ട് യുവതികളോടൊപ്പമുള്ള യുവാക്കളുമായി ചർച്ച നടത്തിയിരുന്നു. എന്നാൽ ഈ രണ്ട് ചർച്ചയിലും പിന്നോട്ട് നീങ്ങില്ലെന്ന ഒരു സന്ദേശം തന്നെയാണ് ഇരു കൂട്ടരുടെയും ഭാഗത്തു നിന്നും ഉണ്ടായത്. അതുകൊണ്ട് ഇനിയും ഒരു ചർച്ചകൾക്ക് നിലവിൽ പ്രസക്തിയില്ല. അല്പനേരം കൂടി ഇവിടെ കാത്തിരിക്കുക എന്നത് തന്നെയാണ് പോലീസിനെ സംബന്ധിച്ചിടത്തോളം ചെയ്യാനുള്ളത്. അതിനുശേഷമാകും അടുത്ത നടപടിക്രമങ്ങളിലേക്ക് ഒരുപക്ഷെ നീങ്ങുക. പക്ഷേ അത് എന്ത് എന്നതിനെക്കുറിച്ചുള്ള ഒരു സംശയമാണിപ്പോൾ മുന്നിൽ നിൽക്കുന്നത്. പമ്പ ASO ജിജിമോൻ അടക്കമുള്ള ആളുകൾ ഇവിടെ ഇപ്പോൾ ഉണ്ട്. അവരടക്കമുള്ള ആളുകളാണ് ആ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത്. എന്നാലും പോലീസിനെ സംബന്ധിച്ചിടത്തോളം മുന്നോട്ട് കൊണ്ടുപോവുക എന്ന ഒരു നിലപാടിലേക്ക് എത്തില്ല എന്ന സൂചന തന്നെയാണ്. ചില ഭക്തർ ഇപ്പോൾ ഈ യുവതികൾ ഇരിക്കുന്നതിൻ്റെ എതിർവശത്ത് ശബ്ദങ്ങളോ വലിയ രീതിയിൽ ഉയരുന്നില്ല എങ്കിൽ പോലും ആളുകൾ ഈ ഭാഗത്ത് സംഘടിച്ച് നിൽക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ അവരെ താഴോട്ട് കൊണ്ടുപോവുകയാണ്. പോലീസ് ഇവരുമായി മുന്നോട്ട് പോകാൻ വലിയ താല്പര്യമില്ല എന്ന് ചില ഭക്തർക്ക് ആദ്യഘട്ടത്തിൽ മനസ്സിലായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ ഇവിടെ നിന്നും മാറുകയാണ് ഉണ്ടായത്. എന്നാൽ ഈ ഘട്ടത്തിൽ മലയിറങ്ങി വന്ന ചില ഭക്തർ ചില വാക്കുകൾ പറയുന്നുണ്ട്. എന്നാൽ അവരും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനി സമയം വൈകും തോറും കൂടുതൽ ആളുകൾ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു രീതിയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ നീങ്ങുക. തീരുമാനത്തിൽ മാറ്റമില്ല. അവർ ഉറച്ചു തന്നെയാണ്. രണ്ടു പേരും നീലിമല വാട്ടർ ടാങ്കിനോട് ചേർന്നുള്ള ഗേറ്റിന് സമീപം നിലയുറപ്പിച്ചിരിക്കുകയാണ്. വലിയൊരു പോലീസ് സന്നാഹവും സ്ഥലത്തെത്തിയിരിക്കുന്നു. അതായത് പമ്പയിൽ നിന്നും സന്നിധാനത്തേക്കുള്ള പ്രവേശന കവാടത്തിനും ഏതാണ്ട് 300 മീറ്റർ താഴെയാണിതുള്ളത്. ഇപ്പോൾ ശരണം വിളികൾ അന്തരീക്ഷത്തിൽ ഉയരുന്നത് നമുക്ക് കേൾക്കാൻ. ഒരു കൂട്ടം ആളുകൾ ഇവിടേക്ക് വന്നിരുന്നു. അവർ താഴെ നിന്ന് ശരണം വിളിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. ധന്യ. എന്നാൽ ഇത്ര നേരമായി, കുറച്ച് നേരത്തിലധികമായി ഒരു ശരണം വിളികളൊന്നും ഉണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ പ്രതിഷേധക്കാരുടെ ഭാഗത്തു നിന്നും പ്രത്യേകിച്ചൊരു നടപടിക്രമങ്ങളൊന്നും ഉണ്ടായില്ല. എന്നാൽ ഇപ്പോൾ വീണ്ടും ലഘുവായി ശരണം വിളികൾ ഉയർന്നു തുടങ്ങിയിരുന്നു. എന്നാൽ ആ ശബ്ദം ഇപ്പോൾ നിലച്ചിരിക്കുന്നു. ഒരു പ്രതിഷേധ ശരണം വിളിയുടെ ശബ്ദം ഉയർന്നുവെങ്കിലും അത് ഇല്ലാതായിരിക്കുന്നു. വലിയൊരു അളവിലുള്ള പ്രതിഷേധക്കാർ ഇവിടെ, അല്ലെങ്കിൽ എണ്ണത്തിലുള്ള പ്രതിഷേധക്കാർ ഇവിടെ സംഘടിച്ചിട്ടില്ല. ഏറ്റവും ശ്രദ്ധേയമായ മറ്റൊരു കാര്യമുള്ളത്, ഇവിടെ ആക്ടിവിസ്റ്റുകളായ ആളുകൾ അല്ലെങ്കിൽ ഒരു പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായി സന്നിധാനത്തേക്ക് എത്താൻ കാത്തിരിക്കുന്നവർക്കെതിരെയാണ് ഈ പ്രശ്നങ്ങൾ ഉയരുന്നത്. തങ്ങൾ എന്നാൽ ഇത്തരം ഒരു ആക്ടിവിസം എന്ന രീതിയിലല്ല സന്നിധാനത്തേക്ക് വരാൻ ഒരുങ്ങിയത്. കേരളത്തിൽ തന്നെ ഏറ്റവും ആദ്യം മാലയിട്ട യുവതികളിൽ ഒരാളായിരുന്നു രേഷ്മ. ഈ മാലയിട്ട ശേഷം തനിക്കെതിരെ ഉയർന്നു വന്ന പ്രശ്നങ്ങൾ
അല്ലെങ്കിൽ താൻ നേരിട്ട ഭീഷണികൾ എന്തൊക്കെയാണെന്ന് കേരള സമൂഹത്തിന് അറിയാം എന്നവർ വ്യക്തമാക്കിയിരുന്നു. ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പോലും പറ്റാത്ത രീതിയിലേക്ക് സംഘർഷഭരിതമായി കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങുന്ന ഒരു കാലമാണ് ഉള്ളത്. ഇനി നാട്ടിലേക്ക് ചെന്നാൽ ഉണ്ടാകുന്ന പരിണിത ഫലങ്ങളെക്കുറിച്ച് തനിക്ക് നല്ല ബോധ്യമുണ്ട് എന്ന് അവർ പറഞ്ഞു. അപ്പം ശബരിമല സന്നിധാനത്തേക്ക് ദർശനത്തിന് പോകുന്ന യുവതികൾക്ക് പോലും നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് ബോധ്യമുണ്ട്. ജോലി നഷ്ടപ്പെടുന്ന അവസ്ഥയിൽ കാര്യങ്ങൾ ഇത്തരത്തിൽ എല്ലാം ജീവിതം. നീലിമലയിലാണ് യുവതികളെ തടഞ്ഞിരിക്കുന്നത്. യുവതികൾക്ക് സുരക്ഷ നൽകാനാകില്ലെന്ന നിലപാടിലാണ് പോലീസ് ഇപ്പോഴുള്ളത്. 5 പ്രതിഷേധക്കാർ ഇതുവരെ അറസ്റ്റിലായിരിക്കുന്നു. കണ്ണൂരിലെ രേഷ്മ നിശാന്തും ഷാനില എന്നിവരെയാണ് പ്രതിഷേധക്കാർ തടഞ്ഞിരിക്കുന്നത്. ഇവർ പുലർച്ചെ 4:30-യോടെയാണ് സന്നിധാനത്തേക്കുള്ള യാത്ര പുറപ്പെട്ടത്. കിരൺ ബാബു ചേരുന്നുണ്ട് സന്നിധാനത്ത് നിന്ന്. കിരൺ, സന്നിധാനത്തെ അവസ്ഥ എങ്ങനെയാണ്? പ്രതിഷേധക്കാർ താഴെ ഇപ്പോഴും രേഷ്മയെയും ഷാനിലെയും തടഞ്ഞിരിക്കുകയാണ്. പോലീസ് കയറ്റിവിടാൻ പറ്റില്ല എന്ന നിലപാടാണ് നീലിമലയിൽ എടുത്തിരിക്കുന്നത്. സന്നിധാനത്ത് സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ടോ? വിവരങ്ങൾ. ധന്യ, സന്നിധാനത്ത് ഏതെങ്കിലും തരത്തിലുള്ള മാറ്റം ഉണ്ടായിട്ടില്ല. ഭക്തരുടെയിലോ അല്ലെങ്കിൽ പ്രതിഷേധക്കാർക്കിടയിലോ അങ്ങനെ ഒരു പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു പുറമേ കാണാവുന്ന ഒരു ചലനവും സന്നിധാനത്ത് ഉണ്ടായിട്ടില്ല. പോലീസിന്റെ ഭാഗത്തു നിന്നൊരു ജാഗ്രതയുണ്ട് എന്നതിനപ്പുറത്തേക്ക് സന്നിധാനത്ത് അങ്ങനെ ഒരു പ്രതിഷേധവും ഉയർന്നിട്ടില്ല. വലിയ നടപ്പന്തലിലാണ് സാധാരണഗതിയിൽ ഇത്തരം പ്രതിഷേധങ്ങൾ ഉയരാൻ സാധ്യതയുള്ളത്. ആ സ്ഥലങ്ങളിൽ നിന്നും അങ്ങനെ ആളുകൾ തമ്പടിച്ചിട്ടില്ല. ഇന്നലെ ഏകദേശം മകരജ്യോതി കഴിഞ്ഞോടുകൂടി തന്നെ പ്രതിഷേധക്കാരിലും വലിയൊരു വിഭാഗം മലയിറങ്ങിയിരുന്നു. സാധാരണഗതിയിൽ വൈകുന്നേരം ഹരിവരാസിന് തൊട്ടു മുമ്പായി പ്രതിഷേധക്കാർ ഒത്തുചേർന്ന് നാമജപ നടത്താറുണ്ട്. ഇന്നലെ അടക്കം ഈ നാമജപ നടത്തുമ്പോഴടക്കം 100-ൽ താഴെ അംഗങ്ങൾ മാത്രമാണ് ഇതിലുണ്ടായിരുന്നത്. ഇവർ നാമജപം നടത്തുമ്പോൾ സ്വാഭാവികമായി ഒപ്പമുള്ള ചില സ്വാമിമാരും അതിനൊപ്പം ചേരാറുണ്ട്. നേരത്തെ വലിയ ആൾക്കൂട്ടമായിരുന്നു ഈ നാമജപത്തിലുണ്ടായിരുന്നെങ്കിൽ ഇന്നലെ അടക്കം ആളുകളുടെ എണ്ണം കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ സന്നിധാനത്ത് ഒരു വലിയ തോതിൽ തമ്പടിച്ചിട്ടില്ല എന്നാണ് പോലീസിന്റെ ഭാഗത്ത് നടന്ന ഒരു വിവരവും അത് തന്നെയാണ്. ഇവരിൽ വലിയൊരു ഭാഗം മല ഇറങ്ങിപ്പോയി എന്ന് തന്നെയാണ്. എന്നാലും ഒരു ഭാഗം ആളുകൾ ഇവിടെ സന്നിധാനത്തിന്റെ വിവിധ ഭാഗങ്ങളായിട്ടുണ്ട്. പക്ഷെ അവരെവിടെയെങ്കിലും കേന്ദ്രീകരിച്ചുകൊണ്ട് അങ്ങനെ ഒരു പ്രതിഷേധത്തിലേക്ക് ഇതുവരെ പോയിട്ടില്ല. ഒരു പക്ഷേ പോലീസിന്റെ സഹായത്തിൽ യുവതികൾ സന്നിധാനം വരെ ഇല്ലെങ്കിൽ വലിയ നടപ്പന്തൽ വരെയെങ്കിലും എത്തിയാൽ പ്രതിഷേധിക്കാവുന്ന രീതിയിൽ അവിടെ ആളുകൾ ഉണ്ട് എന്ന് തന്നെയാണോ പോലീസ് പറയുന്നത്? പ്രതിഷേധിക്കാൻ ഇവിടെ ആളുകൾ ഉണ്ട്. എണ്ണത്തിൽ കുറവാണ്. മുമ്പ് ഉണ്ടായിരുന്നതിനേക്കാൾ എണ്ണത്തിൽ കുറവായിരുന്നെങ്കിലും ഇപ്പോഴും പ്രതിഷേധക്കാരുടെ സാന്നിധ്യം സന്നിധാനത്തുണ്ട്. ഈ സന്നിധാനത്ത് എല്ലാ ദിവസവും വൈകുന്നേരം ഹരിവരാസിന് തൊട്ടു മുമ്പായി ഇവർ ഒരു നാമജപം നടത്താറുണ്ട്. ആ നാമജപത്തിൽ സാധാരണഗതിയിൽ ഇവർ ആരംഭിക്കുന്ന നാമജപത്തിലേക്ക് മറ്റ് അയ്യപ്പന്മാരടക്കം എത്താറുണ്ട്. അതാ ദിവസങ്ങളിൽ അയ്യപ്പന്മാരടക്കം കൂടിച്ചേരാറുണ്ട്. ഇന്നലെ പക്ഷേ ഇങ്ങനെ ഒരു നാമജപം വൈകുന്നേരം നടത്തുമ്പോൾ 100-ൽ താഴെ അംഗങ്ങൾ മാത്രമാണ് ഇതിൽ ഉണ്ടായിരുന്നത്. ആ പ്രതിഷേധക്കാർ സ്വാഭാവികമായും സന്നിധാനത്ത് തന്നെ ഉണ്ട് എന്നാണ് പോലീസ് കണക്കുകൂട്ടുന്നത്. അവരുടെ ഭാഗത്തു നിന്ന് സന്നിധാനത്തേക്ക് എത്തിയാൽ ഈ യുവതികൾ സന്നിധാനത്തേക്ക് എത്തിയാൽ സ്വാഭാവികമായും പ്രതിഷേധം ഉയരാനുള്ള സാധ്യതയുമുണ്ട്. എന്നാൽ ഇങ്ങനെ ഒരു എത്താൻ സാധ്യതയില്ല എന്ന ഒരു വിലയിരുത്തലാണ് ഇപ്പോൾ മുകളിലേക്ക് എത്താൻ സാധ്യതയില്ല എന്നൊരു വിലയിരുത്തലാണ് ഇപ്പോൾ മുകളിലുള്ള പോലീസുകാരടക്കമുള്ളത്. ശരി കിരൺ, ഒരിക്കൽ കൂടി യുവതികളുടെ പ്രതികരണം കേൾക്കാം. പറയുന്നതാണ് ഇവിടെ നിയമം എന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഒരിക്കലും അത് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ല. ഇവിടെ ഞങ്ങൾ വിശ്വസിക്കുന്ന ഒരു സ്റ്റേറ്റ് ഉണ്ട്, അത് ഭരിക്കുന്ന ഞങ്ങൾ വളരെ വിശ്വസിക്കുന്ന ഒരു മുഖ്യമന്ത്രി ഉണ്ട്. അത് പറയട്ടെ, അതായത് ഇവിടെ കോടതി വിധിക്കാണോ RSSകാർക്കാണോ ഇവിടെ കൂടുതൽ അധികാരം എന്ന് അവർ പറയട്ടെ. അതെ, KSRTCയിൽ തന്നെയാണ് വന്നത്. പോലീസിനെ അറിയിച്ചിട്ട് തന്നെയാണ് വന്നത്. സുരക്ഷ തരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എത്തിയിട്ട് ഇവിടെ നിർത്തിക്കുന്നവരെയാണ് സുരക്ഷയെങ്കിൽ ഞങ്ങൾക്ക് അതിൽ താല്പര്യമില്ല. ഒരു 10 പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവരെ പിടിച്ചു മാറ്റാൻ പറ്റാതെ ഞങ്ങളെ ഒരു ലോക്ക് ചെയ്ത് അതിന്റെ ആവശ്യം എന്താ? അവരെ പിടിച്ചു മാറ്റല്ലേ വേണ്ടത്. ഇപ്പൊ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? പോലീസ് ഞങ്ങൾ അന്യായമായി ഒന്നും ചെയ്തിട്ടില്ല. ഞങ്ങൾക്ക് കൃത്യമായ ബോധ്യമുണ്ട്. ഞങ്ങളുടെ ന്യായത്തിന് വേണ്ടിയാണ് ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നത്. ഞങ്ങൾ എങ്ങനെയാണ് വ്രതം അവസാനിപ്പിക്കേണ്ടത് അതുകൂടി അവർ പറഞ്ഞു തരട്ടെ. ഭക്തർക്ക് ഒരു പ്രശ്നമില്ല. ഇവിടെ RSSകാരാണ് ഭരിക്കുന്നതെങ്കിൽ ഞങ്ങൾക്കൊന്നും പറയാനില്ല. എനിക്ക് തിരിച്ചു പോകണമെന്നുണ്ടെങ്കിൽ എനിക്ക് മാല അഴിച്ചേ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ആചാരം സംരക്ഷിക്കുന്ന ആൾക്കാർ മാല അഴിക്കേണ്ട ആചാരം എന്താണ് എന്നുള്ളത് എനിക്കൊന്ന് വ്യക്തമാക്കി തരണം. അവർ പറയുന്ന ആചാരത്തിന് ഞാൻ തയ്യാറാണ്. വിശ്വാസം ഇവർ അളക്കുന്ന ബാരോമീറ്റർ എന്താണെന്നുള്ളത് എനിക്കറിയില്ല. പക്ഷെ ഞാനൊരു ഈശ്വര വിശ്വാസിയാണ്. അത് ആരെയും ബോധ്യപ്പെടുത്തേണ്ട ആവശ്യം ഞാൻ വിചാരിക്കുന്നില്ല.
വിശ്വാസികളെ തടയില്ല എന്ന് പറഞ്ഞിട്ട് പ്രവർത്തകരെ ഇറക്കിയിട്ട് ഇവിടെ ഒരു കലാപം ഉണ്ടാക്കാനാണ് ഇവർ ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിന് കലാപത്തിന് മുതൽക്കൂട്ടാവുമെന്നല്ല, പക്ഷെ ഞങ്ങളുടെ ദൈവത്തിനെ കണ്ടിട്ടേ മടങ്ങാൻ ഞങ്ങൾക്ക് ഉദ്ദേശമുള്ളൂ. അതാരെന്ത് പറഞ്ഞാലും ഈ കൊല്ലാനാണ് അവരുടെ തീരുമാനമെങ്കിൽ അത് അങ്ങനെ ആയിക്കോട്ടെ. വിശ്വസിക്കുന്ന ദൈവത്തിന് വേണ്ടിയല്ലേ. ഇത്രയും പരിപാവനമായിട്ടുള്ള ഒരു സന്നിധിയിൽ, ഞങ്ങളുടെ ഈശ്വര സന്നിധിയിൽ ചോര വീഴ്ത്തിയിട്ടാണ് അവരവരുടെ വിശ്വാസം സംരക്ഷിക്കുന്നതെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ. നിലയ്ക്കലിൽ നിന്ന് ഞങ്ങൾ സാധാരണ പ്രൈവറ്റ് ട്രാൻസ്പോർട്ടിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇവിടം വരെ വന്നത്. ഒരാളും സഹായിച്ചിട്ടില്ല. ഞങ്ങളുടെ സ്വന്തം നിലയ്ക്ക് ഇതേപോലെ കറുപ്പണിഞ്ഞിട്ടാണ് ഞങ്ങൾ വന്നത്. നിലയ്ക്കലിൽ നിന്ന് ഞങ്ങൾ ഇവരുടെ KSRTC ബസ്സിലാണ്, ഗവൺമെന്റ് KSRTC ബസ്സിലാണ് ഞങ്ങൾ വന്നത്. അവിടെ ഒന്നും ഞങ്ങളെ ആരും തടയുകയോ പ്രതിഷേധിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഇതേപോലാണ് ഞങ്ങൾ വന്നത്. വെല്ലുവിളി ഒരിക്കലും പോലീസല്ല, ഞങ്ങളെ തടയുന്ന ആൾക്കാർ തന്നെയാണ് വെല്ലുവിളി. പക്ഷെ അവരെ മാറ്റിയിട്ട് ഞങ്ങളെ കയറ്റാൻ പോലീസിന് കഴിയുന്നില്ല എന്നുള്ളത് ഭയങ്കര സങ്കടമുള്ള കാര്യമാണ്. മുന്നോട്ട് പോകാൻ കഴിയുമോ എന്നുള്ളത്, ഞാൻ എൻ്റെ ഈശ്വരനിൽ മാത്രം വിശ്വസിച്ചുകൊണ്ടാണ് ഇവിടെ ഇരിക്കുന്നത്. പോലീസിലോ അല്ലെങ്കിൽ ഇവിടെ ഞങ്ങളെ തടയുന്ന ആൾക്കാരിലോ അല്ലെങ്കിൽ സർക്കാരിലോ അതിലുപരി ഞാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ ദൈവം ഈ 103 ദിവസത്തോളം ഒരു തടസ്സവും ഇല്ലാതെ എന്നെ വ്രതം തുടരാൻ വേണ്ടി സമ്മതിച്ച എൻ്റെ ദൈവത്തിൽ വിശ്വസിച്ചാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത്. മാലയിട്ട് അന്ന് മുതൽ കേൾക്കാൻ തുടങ്ങിയ കൊലവിളികളാണ്. കൊല്ലും, വെട്ടിക്കീറും, ചവിട്ടി കൊല്ലും എന്നൊക്കെ ഒരുപാട് അതൊക്കെ കേട്ടിട്ടുണ്ട്. അതിൻ്റെ 1001 പ്രതിഷേധം ഇവിടെ ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെയും അത് കാണിച്ചിട്ട് പേടിപ്പിച്ച് തിരിച്ചയക്കാനാണെങ്കിൽ ഞാൻ തിരിച്ചു പോകാൻ എന്തായാലും ഞാൻ തയ്യാറല്ല. ശബരിമല ദർശനത്തിനെത്തിയ 2 യുവതികളെ നീലിമലയിൽ തടഞ്ഞു. കണ്ണൂർ സ്വദേശിനികളായ രേഷ്മ, ഷാനില എന്നിവരെയാണ് പ്രതിഷേധക്കാർ തടഞ്ഞത്. 5 പ്രതിഷേധക്കാരെ ഇതുവരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുണ്ട്. ഇപ്പോൾ പ്രതിഷേധിക്കാൻ ആരുമില്ലെങ്കിലും യുവതികൾക്ക് സുരക്ഷ നൽകാനാകില്ല എന്ന നിലപാട് പോലീസ് എടുത്തിരിക്കുന്നു. ഇപ്പോഴും സ്ത്രീകൾക്ക് മുൻപോട്ട് പോകാൻ ആയിട്ടില്ല. എന്നാൽ പിന്തിരിയില്ലെന്ന നിലപാടിൽ തന്നെയാണ് ഇപ്പോഴും സ്ത്രീകളുള്ളത്. ശബരിമല ദർശനത്തിനെത്തിയ 2 യുവതികളെ നീലിമലയിൽ തടഞ്ഞു. കണ്ണൂർ സ്വദേശി രേഷ്മ, ഷാനില എന്നിവരെയാണ് പ്രതിഷേധക്കാർ തടഞ്ഞിരിക്കുന്നത്. 5 പ്രതിഷേധക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. ഇപ്പോൾ പ്രതിഷേധിക്കാൻ സ്ഥലത്ത് ആരുമില്ലെങ്കിലും സുരക്ഷ നൽകാനാകില്ലെന്ന നിലപാടിലാണ് പോലീസ് ഉള്ളത്. പറയുന്നതാണ് ഇവിടെ നിയമം എന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഒരിക്കലും അത് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ല. ഇവിടെ ഞങ്ങൾ വിശ്വസിക്കുന്ന ഒരു സ്റ്റേറ്റ് ഉണ്ട്, അത് ഭരിക്കുന്ന ഞങ്ങൾ വളരെ വിശ്വസിക്കുന്ന ഒരു മുഖ്യമന്ത്രി ഉണ്ട്. അത് പറയട്ടെ, അതായത് ഇവിടെ കോടതി വിധിക്കാണോ RSSകാർക്കാണോ ഇവിടെ കൂടുതൽ അധികാരം എന്ന് അവർ പറയട്ടെ. അതെ, KSRTCയിൽ തന്നെയാണ് വന്നത്. പോലീസിനെ അറിയിച്ചിട്ട് തന്നെയാണ് വന്നത്. സുരക്ഷ തരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എത്തിയിട്ട് ഇവിടെ നിർത്തിക്കുന്നവരെയാണ് സുരക്ഷയെങ്കിൽ ഞങ്ങൾക്ക് അതിൽ താല്പര്യമില്ല. ഒരു 10 പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവരെ പിടിച്ചു മാറ്റാൻ പറ്റാതെ ഞങ്ങളെ ഒരു ലോക്ക് ചെയ്യുക ചെയ്ത്. അതിന്റെ ആവശ്യം എന്താ? അവരെ പിടിച്ചു മാറ്റല്ലേ വേണ്ടത്. ഇപ്പൊ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? പോലീസ് ഞങ്ങൾ അന്യായമായി ഒന്നും ചെയ്തിട്ടില്ല. ഞങ്ങൾക്ക് കൃത്യമായ ബോധ്യമുണ്ട്. ഞങ്ങളുടെ ന്യായത്തിന് വേണ്ടിയാണ് ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നത്. ഞങ്ങൾ എങ്ങനെയാണ് വ്രതം അവസാനിപ്പിക്കേണ്ടത് അതുകൂടി അവർ പറഞ്ഞു തരട്ടെ. ഭക്തർക്ക് ഒരു പ്രശ്നമില്ല. ഇവിടെ RSSകാരാണ് ഭരിക്കുന്നതെങ്കിൽ ഞങ്ങൾക്കൊന്നും പറയാനില്ല. എനിക്ക് തിരിച്ചു പോകണമെന്നുണ്ടെങ്കിൽ എനിക്ക് മാല അഴിച്ചേ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ആചാരം സംരക്ഷിക്കുന്ന ആൾക്കാർ മാല അഴിക്കേണ്ട ആചാരം എന്താണ് എന്നുള്ളത് എനിക്കൊന്ന് വ്യക്തമാക്കി തരണം. അവർ പറയുന്ന ആചാരത്തിന് ഞാൻ തയ്യാറാണ്. വിശ്വാസം ഇവർ അളക്കുന്ന ബാരോമീറ്റർ എന്താണെന്നുള്ളത് എനിക്കറിയില്ല. പക്ഷെ ഞാനൊരു ഈശ്വര വിശ്വാസിയാണ്. അത് ആരെയും ബോധ്യപ്പെടുത്തേണ്ട ആവശ്യം ഞാൻ വിചാരിക്കുന്നില്ല. വിശ്വാസികളെ തടയില്ല എന്ന് പറഞ്ഞിട്ട് പ്രവർത്തകരെ ഇറക്കിയിട്ട് ഇവിടെ ഒരു കലാപം ഉണ്ടാക്കാനാണ് ഇവർ ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിന് കലാപത്തിന് മുതൽക്കൂട്ടാവുമെന്നല്ല, പക്ഷെ ഞങ്ങളുടെ ദൈവത്തിനെ കണ്ടിട്ടേ മടങ്ങാൻ ഞങ്ങൾക്ക് ഉദ്ദേശമുള്ളൂ. അതാരെന്ത് പറഞ്ഞാലും ഈ കൊല്ലാനാണ് അവരുടെ തീരുമാനമെങ്കിൽ അത് അങ്ങനെ ആയിക്കോട്ടെ. വിശ്വസിക്കുന്ന ദൈവത്തിന് വേണ്ടിയല്ലേ. ഇത്രയും പരിപാവനമായിട്ടുള്ള ഒരു സന്നിധിയിൽ, ഞങ്ങളുടെ ഈശ്വര സന്നിധിയിൽ ചോര വീഴ്ത്തിയിട്ടാണ് അവരവരുടെ വിശ്വാസം സംരക്ഷിക്കുന്നതെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ. നിലയ്ക്കലിൽ നിന്ന് ഞങ്ങൾ സാധാരണ പ്രൈവറ്റ് ട്രാൻസ്പോർട്ടിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇവിടം വരെ വന്നത്. ഒരാളും സഹായിച്ചിട്ടില്ല. ഞങ്ങളുടെ സ്വന്തം നിലയ്ക്ക് ഇതേപോലെ കറുപ്പണിഞ്ഞിട്ടാണ് ഞങ്ങൾ വന്നത്. നിലയ്ക്കലിൽ നിന്ന് ഞങ്ങൾ ഇവരുടെ KSRTC ബസ്സിലാണ്, ഗവൺമെന്റ് KSRTC ബസ്സിലാണ് ഞങ്ങൾ വന്നത്. അവിടെ ഒന്നും ഞങ്ങളെ ആരും തടയുകയോ പ്രതിഷേധിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഇതേപോലാണ് ഞങ്ങൾ വന്നത്. വെല്ലുവിളി ഒരിക്കലും പോലീസല്ല, ഞങ്ങളെ തടയുന്ന ആൾക്കാർ തന്നെയാണ് വെല്ലുവിളി. പക്ഷെ അവരെ മാറ്റിയിട്ട് ഞങ്ങളെ കയറ്റാൻ പോലീസിന് കഴിയുന്നില്ല എന്നുള്ളത് ഭയങ്കര സങ്കടമുള്ള കാര്യമാണ്. മുന്നോട്ട് പോകാൻ കഴിയുമോ എന്നുള്ളത്, ഞാൻ എൻ്റെ ഈശ്വരനിൽ മാത്രം വിശ്വസിച്ചുകൊണ്ടാണ് ഇവിടെ ഇരിക്കുന്നത്. പോലീസിലോ അല്ലെങ്കിൽ ഇവിടെ ഞങ്ങളെ തടയുന്ന ആൾക്കാരിലോ അല്ലെങ്കിൽ സർക്കാരിലോ അതിലുപരി ഞാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ ദൈവം ഈ 103 ദിവസത്തോളം ഒരു തടസ്സവും ഇല്ലാതെ എന്നെ വ്രതം
അനീഷ് കുമാർ ചേരുന്നുണ്ട്. അനീഷ്, നിലവിൽ 5 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. സ്ഥലത്ത് ഇപ്പോഴും പ്രതിഷേധക്കാരുണ്ടോ? പോലീസിന്റെ നിലവിലെ നിലപാടെന്താണ്? ധന്യ, ആദ്യഘട്ടത്തിൽ 5-10 പ്രതിഷേധക്കാരാണ് എത്തിയത്. ഇവരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷം 1 മണിക്കൂറോളമായി നീലിമലയിലെ വാട്ടർ ടാങ്കിന് സമീപം ഇരുവരും ഇരിക്കുകയായിരുന്നു. 1 മണിക്കൂറോളം മറ്റു പ്രതിഷേധങ്ങളൊന്നും ഉണ്ടായില്ല. എന്നാൽ മുകളിലേക്ക് സുരക്ഷയോട് കൊണ്ടുപോകാൻ കഴിയില്ല എന്നൊരു നിലപാടിലേക്കാണ് പോലീസ് എത്തിയത്. കാരണം സന്നിധാനത്ത് ഭക്തജനങ്ങളുടെ തിരക്കേറെയാണ്. പ്രതിഷേധം കൂടുതലായി ഉയരുന്നതിനുള്ള ഒരു സാഹചര്യമുണ്ടെന്നും വ്യക്തമാക്കിയിരുന്നു. എന്നാൽ മടങ്ങിപ്പോകാൻ തയ്യാറില്ലെന്നാണ് ഇവർ അറിയിച്ചത്. പക്ഷേ ഇപ്പോൾ വീണ്ടും പ്രതിഷേധക്കാർ നീലിമലയിൽ തമ്പടിച്ചിരിക്കുന്നു. അവർ പോലീസിനെതിരെയും ഒപ്പം യുവതികൾക്കെതിരെയും മുദ്രാവാക്യം വിളിക്കുന്നുണ്ട്. ഇവർ മടങ്ങിപ്പോകണം എന്ന ആവശ്യമാണ് അവർ ഉന്നയിച്ചു കൊണ്ടിരിക്കുന്നത്. എന്തായാലും എന്താണ് ഇവരുടെ നിലപാട് എന്നതിനെക്കുറിച്ച് നേരത്തെ തന്നെ അവർ വ്യക്തമാക്കിയിരുന്നു. പിന്നോട്ട് പോകാൻ ഒരു രീതിയിലും പിന്നോട്ട് പോകാനില്ലെന്ന് അവർ വ്യക്തമാക്കുന്നു. അത്തരമൊരു രീതിയിലേക്ക് പോലീസ് നമുക്ക് അവരോട് തന്നെ ഇതിപ്പോ ആളുകളുടെ എണ്ണം കൂടി വരികയാണ്, പ്രതിഷേധക്കാരുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ്. എന്താണ് ഞങ്ങൾ തിരിച്ച് നാട്ടിൽ പോയാൽ ഇത് തന്നെയല്ലേ അവസ്ഥ? ഇതേ പ്രതിഷേധമല്ലേ നേരിടേണ്ടത്? അത് ഇവിടുന്ന് നേരിടുന്നു, വേറൊന്നുമില്ല. അതിൽ എണ്ണം കൂടുകയാണ് ആളുകളുടെ. നിങ്ങൾക്ക് അതിലൊരു ഭയമില്ലേ? സാരമില്ല, കുഴപ്പമില്ല. ഈ നാട്ടിലേക്ക് പോയാലും ഈ രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ. അതെ, ഇത് തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത്. അതുകൊണ്ട് പിന്നോട്ടില്ലേ? ഇല്ല. ഇതുവരെയുള്ള ആളുകളെല്ലാവരും അനുഭവം തന്നെയാണ്. അതായത് ഈ നാട്ടിലേക്ക് മടങ്ങിപ്പോയാലും ഇത് തന്നെയാണ് നേരിടേണ്ടി വരുന്ന കാര്യങ്ങൾ. അതുകൊണ്ട് തന്നെ ഇനി പിന്നോട്ട് പോകുന്നതിനെ കുറിച്ച് ചിന്തിക്കുന്നില്ല എന്ന ഉറച്ച നിലപാടിൽ തന്നെയാണ് ഇരുവരും എത്തിച്ചേർക്കുന്നത്. അവർ ഒരു വശത്തിരിക്കുന്നു, മറുവശത്ത് പ്രതിഷേധക്കാർ ലേഡീസ് ഗോ ബാക്ക്, പോലീസ് ഗോ ബാക്ക് എന്നീ മുദ്രാവാക്യങ്ങളാണ് വിളിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും 2 വശത്തായി ഈ ശബരിമല സന്നിധാനത്തേക്കുള്ള ശരണപാതയിൽ ബാരിക്കേഡുകൾ വഴി 2 വഴിയായി തിരിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു വശത്ത് യുവതികളും മറുവശത്ത് പ്രതിഷേധക്കാരും ആണ് നിലയുറപ്പിച്ചിരിക്കും. ഇതിനിടയ്ക്ക് ഒരു വലയം തീർത്ത് പോലീസ്, വനിതാ പോലീസ് അടക്കം ഉള്ളവർ നിലയുറപ്പിച്ചിട്ടുണ്ട്. എന്തായാലും പ്രത്യേകിച്ചൊരു ഒത്തുതീർപ്പ് ഫോമിലെയോ അല്ലെങ്കിൽ എങ്ങനെ പ്രശ്നം പരിഹരിക്കും എന്നതിനെക്കുറിച്ചൊരു കൃത്യമായ നിർദ്ദേശമോ മുന്നോട്ട് വന്നില്ല. പോലീസ് പിന്നോട്ട് പോകണം എന്ന രീതിയിൽ തന്നെയാണ് ഇവർക്ക് സന്ദേശം നൽകിയിരിക്കുന്നത്. എന്നാൽ ഇരുവരും ഇപ്പോഴും മടങ്ങി പോകാൻ തയ്യാറല്ല. ധന്യ. അനീഷ്, നിലവിലെ അവസ്ഥ പോലീസിന്റെ നിയന്ത്രണത്തിൽ തന്നെയാണോ പ്രതിഷേധക്കാരുള്ളത്? കൂടുതൽ അറസ്റ്റ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്? ധന്യ, സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണ്. പോലീസിന് പൂർണ്ണമായ നിയന്ത്രണം സ്ഥലത്തുണ്ട്. എന്നാൽ അറസ്റ്റ് ചെയ്ത് നീക്കുന്നതിനെക്കുറിച്ച് പോലീസിൻ്റെ ഭാഗത്തുനിന്നും ഇനിയും ആലോചനയില്ല. കാരണം ആളുകളുടെ എണ്ണം ആദ്യഘട്ടത്തിൽ 5-10 മാത്രമായിരുന്നു. എന്നാൽ ഇപ്പോൾ കൂടുതൽ ഭക്തരുണ്ട്. പ്രതിഷേധക്കാർ മാത്രം അല്ലെങ്കിൽ ഈ സ്ഥിരമായി പ്രതിഷേധിക്കുന്ന ആളുകൾ മാത്രമല്ല ഈ കൂട്ടത്തിൽ ഉള്ളതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതര സംസ്ഥാനത്തു നിന്നുള്ള ഭക്തരടക്കം ഈ കൂട്ടത്തിലുണ്ട്. അവർ ശബരിമല ദർശനം കഴിഞ്ഞ് മടങ്ങി വരും വഴി ആണ് നീലിമല ഭാഗത്ത് നിലയുറപ്പിക്കുകയും പിന്നീട് ശരണം വിളികളും മുദ്രാവാക്യം വിളികളും മുഴക്കുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും ഈ പ്രശ്നപരിഹാരം ഇവർ ഇവിടെ നിന്നും മടങ്ങാതെ ഉണ്ടാകും എന്ന രീതിയിലേക്ക് നമുക്ക് ചിന്തിക്കാൻ കഴിയില്ല. ഇത്ര വലിയ കാര്യങ്ങൾ, ത്യാഗങ്ങൾ സഹിച്ച് ഇവരുമായി പോലീസിന് മുന്നോട്ട് പോകാനുള്ള സാധ്യതയും കാരണം ഇവിടെ നിന്നും മുന്നോട്ട് പോയാലും മുന്നോട്ട് പോകുന്ന വഴികൾ ഇതിനേക്കാൾ ദുർഘടം പിടിച്ചതാണ്. ഇതിനേക്കാൾ കുത്തനെയുള്ള മലകയറ്റമുണ്ട്. ഒപ്പം സന്നിധാനത്ത് എത്തിയ ശേഷം പിന്നീട് ഒരു സംഘർഷഭരിതമായ സാഹചര്യത്തിലേക്ക് നീങ്ങിയ സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാക്കുക പോലീസിന് അതീവ ദുഷ്കരമാണ്. അതുകൊണ്ട് തന്നെ മലയടിവാരത്തിൽ, പ്രത്യേകിച്ച് പമ്പയ്ക്ക് സമീപം നീലിമലയിൽ തന്നെ ഈ പ്രശ്നം പരിഹരിക്കുന്നതിനുള്ള ഒരു നീക്കമാണ് പോലീസിൻ്റെ ഭാഗത്തുനിന്നും ആലോചിക്കുന്നത്. ഒരുപക്ഷെ മുമ്പൊക്കെ യുവതികൾ വന്നപ്പോൾ പോലീസ് നടത്തിയതുപോലെ ആരോഗ്യ പ്രശ്നങ്ങളോ മറ്റോ ചൂണ്ടിക്കാട്ടി ഇവരെ ബലം പ്രയോഗിച്ചൊരു പക്ഷേ താഴേക്ക് ഇറക്കുന്നതിനുള്ള സാധ്യതകളും തള്ളിക്കളയാൻ കഴിയില്ല. നമുക്കറിയാം, മനീതി സംഘം അടക്കമുള്ള ആളുകൾ മണിക്കൂറുകളോളമാണ് പമ്പയിൽ മാത്രം അവർക്ക് കുത്തിയിരിക്കേണ്ടി വന്നത്. മണിക്കൂറുകളോളം പോലീസുമായി ചർച്ചകൾ നടത്തേണ്ട സാഹചര്യമുണ്ടായി. ഒടുവിൽ ഒരു ബലപ്രയോഗം എന്ന രീതിയിൽ പ്രതിഷേധക്കാരുടെ ഭാഗത്തു നിന്നും അവരെ പമ്പയിൽ കൂടി ഓടിച്ച് അകറ്റുന്ന രീതിയിലേക്ക് വരെ കാര്യങ്ങൾ നീങ്ങിയിരുന്നു. ഏത് രീതിയിലേക്ക് കാര്യങ്ങൾ പോകും എന്നതിനെക്കുറിച്ച് നമുക്ക് ഇപ്പോഴും പ്രവചിക്കാൻ സാധ്യമല്ല. സംഘർഷഭരിതമായ ഒരു അന്തരീക്ഷം തന്നെ പമ്പയിൽ നിലനിൽക്കുന്നു എന്ന് പറയാം. പക്ഷേ പ്രകോപനം പ്രതിഷേധക്കാരുടെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ പോലീസിൻ്റെ ഭാഗത്തുനിന്നോ ഒന്നും ഉണ്ടാവുന്നില്ല. സ്ഥിതിഗതികൾ ശരണം വിളിക്കുന്നുണ്ട്, പ്രതിഷേധിക്കുന്നുണ്ട് എങ്കിൽ പോലും പൂർണ്ണമായും പോലീസിന് നിയന്ത്രണ വിധേയമായ രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്.
ഒരുപക്ഷെ ഇനി ഈ പ്രതിഷേധം തുടരുമ്പോൾ കൂടുതൽ ആളുകൾ മലയിറങ്ങുന്നവരും മലയിലേക്ക് പോകുന്നവരുമായ ആളുകളെല്ലാം ഒരുപക്ഷെ ഈ പ്രതിഷേധത്തിന് ഒപ്പം കൂടാനുള്ള സാധ്യതകളും തള്ളിക്കളയാൻ കഴിയില്ല. എന്തായാലും പോലീസിന് ആശ്വസിക്കാൻ കഴിയുന്ന ഒരു കാര്യം ഈ ശബരിമലയുടെ ഒരു നിർണായക ഇടങ്ങളിലേക്ക് അല്ലെങ്കിൽ സന്നിധാനത്തിൻ്റെ പരിസര പ്രദേശങ്ങളിലേക്കോ മരക്കൂട്ടത്തേക്കോ എന്നും എത്തിയിട്ടില്ല. ദുർഘടമായ കാട്ടുവഴികളില്ല, അല്ലെങ്കിൽ കൊക്കയ്ക്ക് സമീപമുള്ള ആഴമേറിയ സ്ഥലങ്ങൾക്ക് സമീപമല്ല. തികച്ചും സുരക്ഷിതമായ പമ്പയോട് ചേർന്ന കാര്യങ്ങൾ അനായാസം പോലീസിന് ചെയ്യാൻ കഴിയുന്ന ഒരിടത്തിലാണ് ഇപ്പോൾ ഇരുവരും ഉള്ളത്. അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ നിലവിൽ നിയന്ത്രണ വിധേയമാണ്. എന്തായാലും പല വിധത്തിലുള്ള ചർച്ചകൾ പോലീസ് ഉദ്യോഗസ്ഥർ, സ്ഥലത്ത് ചുമതലയിലുള്ള പോലീസ് ഉദ്യോഗസ്ഥർ, ഉന്നത ഉദ്യോഗസ്ഥരുമായി വിവിധ തലത്തിലുള്ള ആശയവിനിമയങ്ങൾ നടത്തുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വനിതാ പോലീസുകാരുടെ ഒരു പൂർണ്ണമായ സുരക്ഷയും ഇപ്പോൾ ഈ രണ്ടു പേർക്കും ഉണ്ട്. മറുവശത്ത് പോലീസുകാർ ഒരു വലയം തീർത്തിരിക്കുന്നു. ശബരിമലയിലേക്കുള്ള വഴിയിൽ ശരണപാതയിൽ ഒരു ബാരിക്കേഡിന് ഇരുവശവുമാണ്. ഒരു വശത്ത് പ്രതിഷേധക്കാരും മറുവശത്ത് ഈ യുവതികളും അവരോടൊപ്പം എത്തിയ രണ്ട് യുവാക്കളും ആണുള്ളത്. ചർച്ചകൾ ഇനിയും തുടരും എന്ന സൂചനകൾ തന്നെയാണ് ഇപ്പോഴും നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്.